എത്ര എളുപ്പം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയിരുന്ന് ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യാൻ നല്ല അനിമ ഏതാ, അതിൻ്റെ സിനോപ്സിസ് എടുത്ത് ഓരോന്ന് വായിച്ച് നോക്കണം. എന്നാലേ നല്ല സ്റ്റോറി ഉള്ളത് കണ്ടുപിടിച്ച് അത് കാണാൻ പറ്റത്തുള്ളൂ. കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇരിക്കുമ്പോൾ ആയിരുന്നു ഇൻസ്റ്റാഗ്രാം റീൽസ് വന്നത്. അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് എന്നുള്ള ഇതും വന്നു തുടങ്ങി. ഇതെന്ന് വെച്ചാൽ 30 സെക്കൻഡ് 60 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോസ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ യൂസേഴ്സിൻ്റെ എണ്ണം കൂടി തുടങ്ങി. ഈ സമയത്തായിരുന്നു നമ്മുടെ കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ ഓൺലൈൻ ക്ലാസ് വന്നു തുടങ്ങിയത്. അപ്പോൾ ഈ സമയത്തായിരുന്നു കൊച്ചു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ അമിതമായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയ സമയം. ആ സമയത്ത് നമുക്കറിയാവുന്ന പല പല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും ഒക്കെ. അപ്പം സ്വാഭാവികമായിട്ടും പല പല കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ടായിരുന്നു, പല പല ട്രെൻഡ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നൊരു സാധനമാണ് അനിമയുടെ റീൽസ്. ഈ ഓരോ റീൽസിൻ്റെ അകത്ത് തന്നെ അവർ പല പല റെക്കമെൻഡേഷൻസ് ഇടും, പല പല അനിമയുടെ. അവർ ഈ അനിമയെ കണ്ട കുറേ പേര് കാണും. കണ്ട ആൾക്കാർ അവിടെ എന്ത് വരും, കമൻറ്റിൽ വന്ന് അവർ കണ്ട അനിമയെ അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ റെക്കമെൻഡേഷൻ ഇടും. ഇത് കണ്ടിട്ട് ആൾക്കാർ പോയി ഈ അനിമയെ കണ്ടു തുടങ്ങിയതായിരുന്നു. അനിമയെ പോപ്പുലർ ആവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വന്ന വേറൊരു കാര്യമാണ് അനിമെ കാരണം ഉണ്ടായ ഓവറായിട്ടുള്ള പോപ്പുലറൈസേഷൻ. എന്ത് കാര്യമായാലും അത് അമിതമായ അമൃതവും വിഷമെന്നല്ലേ പറയാറ്. അതുപോലെ തന്നെ അനിമെ ഓവർ പോപ്പുലറൈസ് ആയി തുടങ്ങി. ഈ കാലത്തായിരുന്നു ഈ നമ്മുടെ അനിമയുടെ പോപ്പുലറൈസേഷൻ കണ്ടിട്ട് പല പല എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ പല പല ബിസിനസ്മാൻമാർ എന്ത് ചെയ്തു, അനിമയിൽ നിന്നും അവർ പൈസ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര അനിമെ ബ്രാൻഡ്സ് ഉണ്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ. പല അനിമെ ബ്രാൻഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ പല പല രീതിയിലുള്ള അനിമകളുടെ ബ്രാൻഡ്സ് കാണാൻ പറ്റും. ഷൂസ് ആകട്ടെ, ബാഗ്സ് ആകട്ടെ, ടീഷർട്ട്സ് ആകട്ടെ, ഫിഗറീൻസ് ആകട്ടെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ സിനിമകളിൽ അനിമെ ഫിഗറീൻസും വരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയെ മെയിനായിട്ട് കാണിക്കുന്നുണ്ട് അനിമെ ഫിഗറീൻസ്. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഓവർ പോപ്പുലറൈസ് ആയത് ഒരു തെറ്റായ കാര്യമല്ല, നല്ലതാണ്. എനിക്കും ആ സമയത്തൊക്കെ അനിമെ പോപ്പുലറായാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓവർ പോപ്പുലറൈസ് ആയപ്പോൾ ഒരു സങ്കടം. കാരണം എല്ലാവരും അങ്ങ് കയറി കാണുന്നു. ഇപ്പോൾ കൊച്ചു പിള്ളേർ വരെ നറൂട്ടോ സാസുകയെ പറ്റിയാണ് പറഞ്ഞു കിടക്കുന്നത്. ഈ അനിമെ പോപ്പുലറായി തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാർട്ടൂൺ ചാനലുകൾ ഓരോരുത്തരായിട്ട് അനിമെ ഇറക്കാൻ തുടങ്ങി. കാർട്ടൂൺ ചാനൽ ഇറക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്ത് പറ്റി, കൊച്ചു പിള്ളേരോട്ട് അനിമെ കാണാൻ തുടങ്ങി. അത് വേറൊരു ഫേസ്. TVക്കാർ TRPക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കാരണം അനിമെ അത്രത്തോളം പോപ്പുലറായെന്ന് TVക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ അനിമെ TVയിലിടാൻ തുടങ്ങി. പണ്ടത്തെ മെയിനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അനിമെ ഇപ്പോഴും പോപ്പുലറാണ്, എല്ലാവർക്കും അറിയുന്നൊരു അനിമയാണ് പോക്കിമോൺ എന്ന് പറയും. എത്ര പേർക്ക് അറിയാം അനിമയായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ നിഞ്ച ഹത്തോറി എന്ന് പറഞ്ഞ കാർട്ടൂൺ എന്ന് പറഞ്ഞിരുന്ന സാധനം അത് അനിമയായിരുന്നു. ഡോറേമോൺ അനിമയായിരുന്നു. ഇതൊക്കെ അനിമയായിരുന്നു. നമ്മളിത് അനിമെ പോപ്പുലറൈസ് ആയി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഇതൊക്കെ അറിയുന്നത്, ഇത് ജാപ്പനീസ് അനിമേഷൻ ആയിരുന്നുള്ള കാര്യം. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കിനി നേരത്തെ അറിയാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് അന്നായിരുന്നു അറിയാൻ തുടങ്ങിയത്. ആ കാലം ഞാൻ മൊത്തം കാർട്ടൂണാണെന്നും പറഞ്ഞിരുന്ന സാധനമാണ് ഇതൊക്കെ, പോക്കിമോൺ, ഡോറിമോണൊക്കെ. ഇപ്പോൾ ഇതൊക്കെ പോപ്പുലറൈസ് ആകാനുള്ള മെയിൻ കാരണമാണ് ഞാൻ പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയ, മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഷോർട്സ്. കാരണം ഇപ്പോൾ ഈ 2025 ഒട്ടുമിക്ക എല്ലാവരുടെയും കയ്യിൽ കൊണ്ടുള്ളൊരു സാധനമാണ് സ്മാർട്ട് ഫോൺ. പിന്നെ അതിനകത്ത് എല്ലാവരുടെയും കയ്യിലുള്ളൊരു ആപ്പാണ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ്. അപ്പോൾ ഇതിലൂടെ ആൾക്കാർ എപ്പോഴും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു അനിമെ റീൽസ് കാണുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു, കമൻ്റ് എടുത്ത് നോക്കുന്നു, ഏത് അനിമയാണെന്ന് ടൈറ്റിൽ വായിക്കുന്നു, അത് കയറി കാണുന്നു. ഇത്രേ ഉള്ളൂ. എത്ര എളുപ്പം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയിരുന്ന് ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യുന്നത് നല്ല അനിമ ഏതാ, അതിൻ്റെ സിനോപ്സിസ് എടുത്ത് ഓരോന്ന് വായിച്ച് നോക്കണം. എന്നാലേ നല്ല സ്റ്റോറി ഉള്ളത് കണ്ടുപിടിച്ച് അത് കാണാൻ പറ്റത്തുള്ളൂ. ഈ കാലത്തോ
കാലത്ത് ചുമ്മാ റീൽസ് തോണ്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല അനിമ വരും. അനിമ വന്നിട്ട് എന്തു ചെയ്യും? ടൈറ്റിൽ അറിയത്തില്ല, അതപ്പോൾ ക്യാപ്ഷനിൽ കാണും. ക്യാപ്ഷൻ കയറി നോക്കും. ക്യാപ്ഷൻ നോക്കിയിട്ട് സെർച്ച് ചെയ്യുക, വല്ല പൈറസി സൈറ്റിലും പോവുക, ടൈറ്റിൽ അടിക്കുക, കാണുക. ഇത്രേ ഉള്ളൂ ഈ കാലത്ത് 2025. ആ കാലത്തെ കാലഘട്ടം ഇക്കാലത്തെ കാലഘട്ടം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. 2025 കേരളത്തിൽ അനിമ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ സിനിമ വരെ അനിമ വന്നു തുടങ്ങി. അനിമയുടെ പോസ്റ്റേഴ്സ്, അനിമയുടെ ഫിഗറിൻസ് ഒക്കെ വന്ന് തുടങ്ങി, റെഫറൻസും വന്നു തുടങ്ങി. സോ ഇനി അനിമ വളരട്ടെ. പക്ഷേ എന്തായാലും അമിതമായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പം മിതമായിട്ടൊക്കെ കാണുക എന്നേ ഞാൻ പറയാറുള്ളൂ. പണ്ട് ഞാൻ കുത്തിയിരുന്ന് കുറേ കാണുമായിരുന്നു. പക്ഷേ ആ സമയം എന്ന് പറഞ്ഞാൽ ക്വാറന്റൈൻ സമയമായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ഒരു പണിയില്ലാതെ കുത്തിയിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ കുത്തിയിരുന്ന് കാണുന്നത്. ഈ സമയത്തൊന്നും അങ്ങനെ കുത്തിയിരുന്ന് കാണാൻ പറ്റിയ അവസ്ഥയല്ല. അവസാനമായിട്ട് ഞാൻ എൻ്റെ കുറച്ച് അനിമ റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ട് അതോടെ നമുക്ക് ഈ വീഡിയോ നിർത്താം. ഫസ്റ്റ് ടൈം അനിമ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കണ്ട ഒരു അനിമയാണ് ഇനസുമ 11 എന്ന് പറഞ്ഞ അനിമ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോളും ഫാൻറ്റസി എലമെൻ്റായിട്ട് മിക്സ് ആയിട്ടുള്ള അനിമയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ തന്നെ 2 അനിമയും കൂടെ പറയാം ഞാൻ. അതുപോലെ തന്നെ ഒരു നല്ലൊരു അനിമയാണ് വൺ പഞ്ച് മാൻ. വൺ പഞ്ച് മാൻ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് ഇടുക, ടൈപ്പ് ചെയ്തിടുക. പിന്നെ ലാസ്റ്റ് എൻ്റെ റെക്കമെൻഡേഷനുള്ള ഒരു അനിമ, ഒരു സ്ലൈമിൻ്റെ റീഇൻകാർണേഷനെ പറ്റിയുള്ളൊരു കഥയാണ്. അതിപ്പം 3 സീസണോളം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടവർ കമൻറ്റ് ചെയ്യുക യെസ് എന്ന്, അല്ലെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഫോർ മോർ വീഡിയോസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലുള്ള പുതിയ കണ്ടൻസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ അനിമേ കണ്ടൻസ് ഞാൻ ഇനി ഇടും. അല്ലാതെ പല പല കണ്ടൻസ് ഇതിനകത്ത് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടൻസ് ഇനിയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോ ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. ബൈ.